കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ലഞ്ച് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ ഇറങ്ങി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയുടെ രുചി പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാങ്ങ മോരുകറി, അത് ഞാനൊരു വേറൊരു ചാനൽ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മുടെ നല്ല നാടൻ മീൻ പൊരിച്ചതും ചീര വറുത്തതും ഇത്രയും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് കുറച്ചധികം സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ആദ്യം മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആവോലിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 250-300ഓളം ഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് ഏകദേശം 1/2 കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി മീൻകറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 2 ടീസ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞത് ഇത്രയും ചേർക്കുക. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. ഈ ഒരു കറിയിൽ സവാള ചേർക്കില്ല കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ അടുപ്പത്ത് മാറ്റിയിട്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/3 കപ്പോളം വെള്ളം ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. കാരണം മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കും. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് പെരുംജീരകം, അതായത് വലിയ ജീരകം 1/2 ടീസ്പൂണാണ്. പിന്നെ ഒരു 1/3 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിവിടെ മാറ്റി വെക്കാം. നമ്മൾ വേവാൻ വെച്ച തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. തക്കാളിയുടെ കഷ്ണങ്ങളൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല, മുഴുവനായിട്ട് വെന്ത് അലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കാം. തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടി നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. 2 പ്രാവശ്യമായിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി, നല്ലതുപോലെ പിഴിഞ്ഞ വെള്ളം ഒരു അരിപ്പയിലൂടെ ഞാൻ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയതുകൊണ്ട് വീണ്ടും ഞാൻ കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പോളം വെള്ളം വീണ്ടും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇത് നല്ലതുപോലെ വെട്ടി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ കറി ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ കട്ടിയുള്ള മീൻ തന്നെ വേണമെന്നില്ല, ഏത് മീൻ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ പൊട്ടിപ്പോവാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് അടച്ച് വെക്കാം. അടച്ച് വെക്കുമ്പോൾ ഇതുപോലെ അല്പം തുറന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം അടച്ചു കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ തേങ്ങ ചേർത്തുകൊണ്ട് ചിലപ്പോൾ തിളച്ച് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് തുറന്നതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മീൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊന്ന് കാച്ചി ഒഴിക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറ് ചെറുതായിട്ട് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചേർക്കാം. ഞാനിവിടെ ഉണ്ടമുളകാണ് ചേർത്തത്. ഇതിന് പകരം സാധാരണ നമ്മുടെ നീളത്തിലുള്ള ഉണക്കമുളക് ചേർത്താലും മതി. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് കുറച്ച് സമയം ഒരു 20-30 സെക്കൻഡ്സ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ഈ ഒരു കാച്ചിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക കളറും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ പതുക്കെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന് മാത്രമല്ല കേട്ടോ, നമുക്ക് പത്തലിനും ദോശക്കും ഒക്കെ അടിപൊളിയാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നല്ല മാങ്ങ മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നല്ല മധുരമുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട്. നന്നായിട്ട് പഴുത്ത മാങ്ങയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വല്ലാണ്ട് പഴുത്തിട്ടില്ല, എന്നാലും നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം നാരൊന്നുമില്ലാത്ത മാങ്ങയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങ മുഴുവനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1 കപ്പോളം നല്ല കട്ടി തൈരാണ്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് ലൂസാക്കി എടുക്കണം. അതിലെ കട്ടയും ഒക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2-3 നുള്ളു ഉലുവ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി അരിഞ്ഞതും അത്രയും തന്നെ അളവിൽ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്താൽ മതി. അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ചേർത്തിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. മാങ്ങ ഒന്ന് സോഫ്റ്റായിട്ട് മാറണം. മാങ്ങയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് നമ്മുടെ കറിയിലേക്ക് ഇറങ്ങണം. എങ്കിൽ മാത്രമേ കറിക്ക് ആ ഒരു മാങ്ങയുടെ രുചി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വഴറ്റുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ മാങ്ങ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് വഴറ്റി ഇതൊന്ന് സോഫ്റ്റാക്കി എടുക്കുക. ഈ സമയത്ത് ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വഴറ്റുക. മാങ്ങ കുറച്ചൊന്ന് അലിയണം, മുഴുവനായിട്ടങ്ങ് അലിഞ്ഞു പോകരുത്. കുറച്ചൊന്ന് അലിഞ്ഞ് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലോണം കറിയിൽ കിട്ടുന്ന രീതിയിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തൈര് ബീറ്റ് ചെയ്ത പാത്രത്തിലോട്ടൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഞാൻ ഈ കറിയിലേക്ക് ഒഴിക്കുകയാണ്. കറി കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്നതായിരിക്കും ടേസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ ഒരു കറിയിൽ അധികം മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പൊതുവേ മാങ്ങ വെച്ചിട്ടുള്ള കറിയിലൊക്കെ കുറച്ച് മധുരം ഇഷ്ടമായതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂൺ പഞ്ചസാര അവസാനം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇല്ലാതെ തന്നെ കഴിക്കാം. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങാമോര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നല്ല നാടൻ മീൻ പൊരിച്ചതാണ് ഞാൻ റെഡിയാക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതിനും ആവോലി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ മീനിൻ്റെ മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. മുട്ട എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ മീനിൻ്റെ മുട്ട അടക്കമാണ് ഞാൻ എടുത്ത് മുളക് പുരട്ടിയിട്ടുള്ളത്. അപ്പോൾ മുളക് പുരട്ടിയിട്ട് മാറ്റി വെക്കുക. പിന്നെ കുറച്ച് ചീര വറുത്തതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ചീര ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചീര വറുക്കാം. അതിനായിട്ട് ചൂടായ ചട്ടിയിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് കുറച്ച് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതിട്ടിട്ട് ഒന്ന് വഴറ്റുക. അതിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ, കാരണം കുറച്ച് ചീര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഇതൊരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം.
ആ ഒരു സമയം കൊണ്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം മീൻ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം റെഡി ആയി കഴിയുമ്പോൾ നമുക്കിതൊക്കെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലത്തെ കാസ്റ്റ് അയൺ പാൻ ആണെങ്കിൽ മീൻ പൊരിക്കാൻ നല്ലതാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇത് നമ്മുടെ ചീര ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ട് വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നില്ല. ചീര കുറച്ച് നനവോടെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അധികം ഡ്രൈ ആക്കാതെയാണ് ഞാൻ ചീര വറുക്കാറുള്ളത്. അപ്പോൾ ചീര റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ മീൻ തിരിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതൊക്കെ ഒന്ന് വിളമ്പിയാലോ. അപ്പോൾ മീൻ കറി കണ്ടില്ലേ, തുറന്ന് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയം ഇതുപോലെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള കളറും അതിനേക്കാളും രുചിയാണ് കേട്ടോ ഈ ഒരു മീൻ കറിക്ക്. നിങ്ങൾ എന്തായാലും ഈ മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറാണ്. അപ്പോൾ ഇതാ ഞാൻ ചോറ് വിളമ്പി, പിന്നെ അതുപോലെ നമ്മുടെ മാങ്ങ മോര് കറി, ചീര വറുത്തത്, പിന്നെ കുറച്ച് മാങ്ങ അച്ചാർ, അത് വീട്ടിൽ ഉള്ളതാണ്, അതും കൂടി സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ കറി ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് മീൻ പൊരിച്ചതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട്. കുറച്ച് വിഭവങ്ങളേ ഉള്ളൂ എങ്കിലും സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം, പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്